ഇതാണ് ഫേൺ സ്റ്റിച്ച്. സിംഗിളായിട്ട് ചെയ്യുന്നതാണ്. ഫേൺ സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ഒരു ചിത്രം വരച്ചിട്ട് എന്നിട്ട് നമ്മൾ ഒരു ലോങ് ചെയിൻ എടുക്കുക. ലോങ് ചെയിൻ എടുത്തിട്ട് താഴേന്ന് മുകളിലോട്ട് എടുത്തിട്ട് മുകളിൽ നിന്ന് ആദ്യം ചെയിൻ എടുത്തിട്ട് അത് താഴേക്ക് വലിച്ച് ഇതിൽ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ചെയ്ത് താഴെ കൊണ്ടുവന്നൊരു ലോക്ക് കൊടുക്കുക, ഒരു കെട്ടിടുക. കെട്ടിയിട്ടിട്ട് വീണ്ടും നമ്മൾ അവിടെ നിന്ന് സൈഡിലേക്ക് അതേപോലെ തന്നെ ചെരിച്ചൊരു ചെയിൻ സ്റ്റിച്ച് കൊടുക്കണം. ഇത്രയും നാൾ നമ്മൾ സിംഗിൾ ലൈനല്ലേ ചെയ്തുകൊണ്ടിരുന്നത്. സിംഗിൾ ലൈനിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ഓരോ ഡിസൈൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തെടുക്കുന്നതാണ്. ഇത് നമ്മൾ വരച്ചിരിക്കുന്ന അങ്ങോട്ട് തന്നെ ചെയിൻ എടുത്തിട്ട് അവിടെ നിന്ന് വലിച്ച് താഴേക്ക് കൊണ്ടുവന്നിട്ട് കെട്ടിടുക. നമ്മളതുപോലെ കെട്ടിടുമ്പോഴത്തേക്കും ഒന്നിൻ്റെ മുകളിലായിട്ടുള്ള കെട്ടിടുന്നത് താഴെയായിട്ടാണ് കെട്ടിടുന്നത്, അല്ലെങ്കിൽ എല്ലാം കൂടെ കടുങ്കിട്ട് വീണ് പോകും. അതുകൊണ്ട് താഴെയായിട്ടാണ് നമ്മൾ ഈ ചെയിൻ കെട്ടിട്ട് വരുന്നത്. അടുത്തത് നേരെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് ഒരു ചെയിൻ എടുക്കുക. അവിടെ ഒരു ചെയിൻ സ്റ്റിച്ച് എടുത്ത് അതിൻ്റെ ഉള്ളിലൂടെ വലിച്ച് മുകളിലെടുക്കുന്നതിനെയാണ് നമ്മൾ താഴേക്ക് വലിച്ച് ലോക്കാക്കി കൊണ്ടുവരുന്നത്. അപ്പോഴേ ആ ഒരു ഡിസൈന് പെർഫെക്ഷൻ നമുക്ക് കിട്ടുകയുള്ളൂ. എന്നിട്ട് ആ രണ്ടാമതെടുത്ത സ്റ്റിച്ചിൻ്റെ താഴ്വശത്ത് വേണം നമ്മൾ അടുത്ത സ്റ്റിച്ച്, അതായത് കെട്ടിട്ട് കൊടുക്കാനായിട്ട്. അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ കുരുങ്ങി പോകാനായിട്ട് സാധ്യതയുണ്ട്. അടുത്തത് നമ്മൾ ഫേണിൽ അടുത്തൊരു ലൈനൂടെ എടുക്കുക. അതുപോലെ തന്നെ താഴേക്ക് വലിച്ചു കൊണ്ടുവരിക. താഴെ ഒരു കെട്ടിടുക. അവിടുന്ന് ഒരു ചെയിൻ എടുത്തിട്ട് ആ ചെയിൻ സ്റ്റിച്ചിനെ നമ്മൾ വീണ്ടും ക്രോസായിട്ട് ഉള്ള ആ ലൈനിലോട്ട് കൊണ്ടുവരിക. അവിടുന്ന് ഉള്ളിൽ നിന്ന് ചെയിനെ വലിച്ച് താഴെ കൊണ്ടുവന്നിട്ട് താഴെ നമ്മൾ കെട്ടിടുക. ഈ സ്റ്റിച്ചിൽ നമ്മൾ നോട്ട് ഇടുന്നതും കൂടെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കിയാലും മനസ്സിലാവും, ഒന്ന് പഠിച്ചെടുക്കാനും പറ്റും. കെട്ടിടാൻ അറിയത്തില്ലെങ്കിൽ നമ്മൾ ആ കൊണ്ടുവന്ന് ലോക്ക് ചെയ്യുന്നിടത്തുനിന്ന് ത്രെഡിനെ വലിച്ച് മുകളിലേക്ക് കൊണ്ടുവന്നിട്ട് വീണ്ടും അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മളൊരു സ്റ്റിച്ച് എടുത്തിട്ട് അതിനെ വലിച്ച് മുകളിലോട്ട് കൊണ്ടുവന്നിട്ട് ഇത് കെട്ട് ഇടുന്നതാണ്. നമ്മൾ സാധാരണ നോട്ട് എടുത്തില്ല, എൻഡ് നോട്ട് എടുത്തില്ല, ആ എൻഡ് നോട്ടാണ് കേട്ടോ. ഇങ്ങനെ വലിച്ച് താഴേക്ക് കൊണ്ടുവരുന്നതാണ് നമ്മുടെ എൻഡ് നോട്ട് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഒന്നുകൂടെ നോക്കിക്കൊള്ളുക. ചെയിൻ സ്റ്റിച്ചിനെ എടുക്കുക, മുകളിലോട്ട് കൊണ്ടുവരിക. മുകളിൽ നിന്നുള്ള ത്രെഡിനെ താഴേക്ക് വലിച്ചുകൊണ്ട് വരിക. അവിടെ നമ്മളൊരു കെട്ടിടുക. നമ്മുടെ കൈ താഴെ ഉണ്ട് കേട്ടോ, അത് മറക്കരുത് ആരുവേ. എന്നിട്ട് അതിനെ വലിച്ചൊന്ന് ടൈറ്റ് ചെയ്തിട്ട് നമ്മൾ ക്രോസായിട്ട് അതിൽ ആദ്യത്തെ സ്റ്റിച്ചിനേക്കാളും ചെറിയ സ്റ്റിച്ച് എടുക്കുക. അതിനെ അതുപോലെ തന്നെ ചെയിൻ സ്റ്റിച്ച് എടുത്ത് മുകളിൽ കൊണ്ടുവന്നിട്ട് മുകളിലത്തെ സ്റ്റിച്ചിനെ വേണം നമ്മൾ വലിച്ച് താഴേക്ക് കൊണ്ടുവന്ന് താഴെ ഒരു കെട്ടിട്ട് വീണ്ടും വലിച്ച് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് കൊണ്ടുവരിക. അവിടെ നിന്ന് അടിയിൽ നിന്നുള്ള ത്രെഡ് വലിച്ച് താഴേക്ക് കൊണ്ടുവരിക, താഴെ കെട്ടിടുക. ഇങ്ങനെയാണ് നമ്മൾ ഫേൺ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇത് നമുക്ക് ഇപ്പം ബ്ലൗസിലൊക്കെ ഇങ്ങനെ ഒരു ഡിസൈൻ പോലെ ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ചുരിദാറിൻ്റെ നെക്കൊക്കെ ചെയ്യാനായിട്ട് പറ്റും. എന്നിട്ട് താഴ്വരി നമുക്ക് വേണമെങ്കിൽ ഒരു ചെയിൻ സ്റ്റിച്ചൊക്കെ കൊടുത്താൽ മതി. പല ഡിഫറെൻറ്റ് കളേഴ്സ് വെച്ചിട്ട് ഇത് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ സിൽക്ക് ത്രെഡൊക്കെ വെച്ചിട്ട്